ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ് ആൻഡ് ഇ-ബിസിനസ് എന്നീ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ് ആൻഡ് ഇ-ബിസിനസ് ആർ ഡിഫറെന്റ്. ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് സൈഡ് ഓഫ് ഇ-കൊമേഴ്സ്. E-commerce simply means buying and selling over the internet. അതായത് ഇന്റർനെറ്റിലൂടെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇ-കൊമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ബിസിനസിന്റെ ഒരു ട്രാൻസാക്ഷൻ സൈഡ് മാത്രമാണ്. E-business means utilizing electronic medium in everyday business activities. ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഇലക്ട്രോണിക് ഉപയോഗിച്ച് നടത്തുന്നതിനാണ് ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായി പറയാൻ പോകുന്നത് ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് പ്രാക്ടീസസിനെ പറ്റിയാണ്. ഫസ്റ്റ് പോയിന്റ്, എക്സിക്യൂട്ടിംഗ് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്. അതായത് ഓൺലൈനായി വാങ്ങുന്ന സാധനങ്ങളുടെ ഇടപാടുകൾ നടപ്പിലാക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ബൈയിങ് പ്രോഡക്ട്സ് ബൈ കൺസ്യൂമേഴ്സ്. മൂന്നാമത്തെ പോയിന്റ്, പ്രൊക്യൂറിംഗ് റോ മെറ്റീരിയൽസ് കമ്പോണൻസ് ബൈ മാനുഫാക്ചേഴ്സ്. നാലാമത്തെ പോയിന്റ്, സെല്ലിംഗ് പ്രോഡക്റ്റ് ബൈ മാനുഫാക്ചേഴ്സ് ടു ഇന്റർമീഡിയറീസ്. മാനുഫാക്ചറിൽ നിന്ന് ഇന്റർമീഡിയറ്റ്സിലേക്ക് പ്രോഡക്റ്റുകൾ വിൽക്കുന്നു. അഞ്ചാമത്തെ പോയിന്റ്, മേക്കിംഗ് പേയ്മെന്റ്സ് ബൈ യൂട്ടിലൈസിംഗ് ഇ-കൊമേഴ്സ് ഡിവൈസസ് ലൈക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ. ഓൺലൈനായിട്ട് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്താൻ കഴിയും. ഫിഫ്ത്ത് പോയിന്റ്, മേക്കിംഗ് പേയ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ വില നിർണ്ണയിക്കുന്നത് അതിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടെ ഉൾക്കൊണ്ടിട്ടായിരിക്കും. ഏഴാമത്തെ പോയിന്റ്, സെല്ലിംഗ് ഫിനാൻഷ്യൽ സർവീസ്. ആൻഡ് ലാസ്റ്റ് വൺ, ഓൺലൈൻ ഷെയർ ട്രേഡിംഗ്. അടുത്തായി പറയുന്നത് ഇ-കൊമേഴ്സ് ഇൻ ഇന്ത്യ. ദ Indian subcontinent was connected to the internet on 15th August 1995, with the Government of India announcing that Videsh Sanchar Nigam Limited would be providing internet service for the public, business and industry. According to reports published by IMF എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓർഗനൈസേഷൻ, അതായത് CSO, ഇന്ത്യ ഈസ് എമംഗ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് എക്കണോമീസ് ഫോർ ദ വേൾഡ്. ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്ന് വേഗത്തിൽ വളരുന്നു. ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2016-17, ഇ-കൊമേഴ്സ് സെയിൽസ് റീച്ച്ഡ് ദ 16 billion with a projection of a 7-fold growth within the next 2 fiscal as estimated by Morgan Stanley. It is likely to cross 20 lakh crores by 2017-18. In 2016-17, the online market had grown by 19%. 2016-17 ഓൺലൈൻ മാർക്കറ്റ് 19% വർദ്ധിച്ചു. ബൈ 2020, ഓൺലൈൻ കൊമേഴ്സ് സെയിൽസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ക്രോസ് 120 billion. Flipkart ഈസ് ദ മാർക്കറ്റ് ലീഡർ ഇൻ ഇ-കൊമേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഇ-കൊമേഴ്സിന്റെ വളർച്ചയ്ക്ക് ഫ്ലിപ്കാർട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. Its share of monthly gross merchandise value stood 57% in March 2017 as compared to 45% in June 2000. 2016 45% ഉണ്ടായിരുന്നത് 2017 ആകുമ്പോഴേക്കും 57% ഇൻക്രീസ് ചെയ്തു. അടുത്തതായി പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇ-കൊമേഴ്സ് ഇൻ ഇന്ത്യ. 4 പ്രിൻസിപ്പിൾസ് ആണ് ഇതിലുള്ളത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് പാർട്ടിസിപ്പേഷൻ ഓഫ് നീച്ച് കമ്പനി. നീച്ച് കമ്പനി പറഞ്ഞാൽ പ്രധാന മാർക്കറ്റിന്റെ ചെറിയൊരു ഭാഗത്ത് കസ്റ്റമേഴ്സിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് മറ്റൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നീച്ച് കമ്പനീസ് എന്ന് പറയുന്നത്. പോയിന്റ് ആണ് റോൾ ഓഫ് FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഈ
ഇത് സിംഗിൾ ബ്രാൻഡോ മൾട്ടിപ്പിൾ ബ്രാൻഡും FDI അലൗഡ് ചെയ്യുന്നില്ല. ഇതൊരു B2B ബിസിനസ്സാണ്, അതായത് ബിസിനസ് ടു ബിസിനസ് ആണ് അലൗഡ് ചെയ്യുന്നത്. FDI ഹോൾസെയിൽ ട്രേഡിംഗ് ഇൻവോൾവ്മെൻറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. തേർഡ് പോയിൻ്റാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST. ഇത് യൂണിഫോം ടാക്സേഷൻ സ്ട്രക്ചറാണ്. ഇതിൽ ഒരേ പ്രൊഡക്റ്റിന് ഒരേ ടാക്സ് ആയിരിക്കും ഉണ്ടാവുക. ഫോർത്ത് പോയിൻ്റാണ് ഇൻക്ലൂഷൻ ഓഫ് ഫുഡ് ആൻഡ് ഗ്രോസറി ഇൻ ഓൺലൈൻ റീറ്റെയിലിംഗ്. മുമ്പെല്ലാം ഫുഡ് ആൻഡ് ഗ്രോസറീസ് ഐറ്റംസ് ഒന്നും ഓൺലൈനായിട്ട് സെല്ല് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്മാൾ ആൻഡ് ലാർജ് ഇ-കൊമേഴ്സ് കമ്പനീസ് ഫുഡ് ആൻഡ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഓൺലൈൻ വഴി സെല്ല് ചെയ്യാൻ ആരംഭിച്ചു. ലാസ്റ്റ് പോയിൻ്റാണ് അതർ ഫാക്ടർ, അതായത് ഇൻ്റർനെറ്റിൻ്റെയും വലിയ കമ്പനികളുടെയും മൊബൈൽ ഫോണുകളുടെയും വരവ് ഇന്ത്യയിൽ ഇ-കൊമേഴ്സിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് മാർക്കറ്റ് പെനിട്രേഷൻ. ദിസ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് യൂസിങ് ഡിജിറ്റൽ ചാനൽസ് ടു സെൽ മോർ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഇൻ ടു എക്സിസ്റ്റിംഗ് മാർക്കറ്റ്സ്. The internet has great potential for achieving sales growth or maintaining sales by the market penetration strategy. As a starting point, many companies will use the internet to help sell existing products into existing markets. മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് വെച്ചാൽ നിലവിലുള്ള വിപണികളിലേക്ക് നിലവിലുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഡിജിറ്റൽ ചാനലുകൾ ഉപയോഗിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. മാർക്കറ്റ് പെനിട്രേഷൻ വഴി വിൽപ്പന വളർച്ച കൈവരിക്കാനോ വിൽപ്പന നിലനിർത്താനോ ഇൻ്റർനെറ്റിന് വലിയ സാധ്യതയുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന നിലയിൽ നിലവിലുള്ള കമ്പനികളിൽ നിന്ന് ഉൽപ്പന്നങ്ങളെ നിലവിലുള്ള വിപണികളിലേക്ക് വിൽക്കാൻ സഹായിക്കുന്നതിന് പല കമ്പനികളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. അടുത്തത് പറയുന്നത് മാർക്കറ്റ് പെനിട്രേഷൻ വഴി ഏതെല്ലാം രീതിയിലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് എന്നാണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് മാർക്കറ്റ് ഷെയർ ഗ്രോത്ത്. Companies can compete more effectively online if they have websites that are efficient at converting visitors to sale. എന്ന് വെച്ചാൽ സന്ദർശകരെ വിൽപ്പനയിലേക്ക് കൺവേർഷൻ ചെയ്യുന്നതിൽ കാര്യക്ഷമമായ വെബ്സൈറ്റുകൾ കമ്പനികൾക്ക് ഉണ്ടെങ്കിൽ കമ്പനികൾക്ക് ഓൺലൈനിൽ കൂടുതൽ ഫലപ്രദമായി മത്സരിക്കാൻ കഴിയും. ഇതിനാണ് മാർക്കറ്റ് ഷെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൽ അടുത്ത പോയിൻ്റാണ് പറയുന്നത് കസ്റ്റമർ ലോയൽറ്റി ഇംപ്രൂവ്മെൻറ്റ്. കമ്പനീസ് ക്യാൻ ഇൻക്രീസ് ദയർ വാല്യൂ ടു കസ്റ്റമേഴ്സ് ആൻഡ് സോ ഇൻക്രീസ് ലോയൽറ്റി ബൈ മൈഗ്രേറ്റിംഗ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഓൺലൈൻ ബൈ ആഡിംഗ് വാല്യൂ ടു എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് സർവീസസ് ആൻഡ് ബ്രാൻഡ് ബൈ ഡെവലപ്പിംഗ് ദയർ ഓൺലൈൻ വാല്യൂ പ്രൊപ്പോസിഷൻ. എന്ന് വെച്ചാൽ കമ്പനികൾക്ക് ഉപഭോക്താക്കളിലേക്ക് അവരുടെ മൂല്യം വർദ്ധിപ്പിക്കാനും നിലവിലുള്ള ഉപഭോക്താക്കളെ ഓൺലൈനിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാനും നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ബ്രാൻഡിനും അവരുടെ ഓൺലൈൻ മൂല്യനിർദ്ദേശം വികസിപ്പിച്ചുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതിനെയാണ് കസ്റ്റമേഴ്സ് ലോയൽറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലടുത്ത പോയിൻ്റാണ് കസ്റ്റമർ വാല്യൂ ഇംപ്രൂവ്മെൻറ്റ്. The value delivered by customers to the company can be increased by increasing customer profitability by decreasing cost to serve and at the same time increasing purchase or usage frequency and quantity. എന്ന് വെച്ചാൽ സേവനത്തിലുള്ള ചെലവ് കുറച്ചുകൊണ്ടും ഉപഭോക്തൃ ലാഭം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഉപഭോക്താവിന് കമ്പനിക്ക് നൽകുന്ന മൂല്യം വർദ്ധിപ്പിക്കാനും അതേസമയം വാങ്ങൽ അല്ലെങ്കിൽ ഉപയോഗ ആവൃത്തിയും അളവും വർദ്ധിപ്പിക്കാനും കഴിയും. ഇതിനെയാണ് കസ്റ്റമർ വാല്യൂ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസിലെ സെക്കൻഡ് പോയിൻ്റാണ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ്. Here online channels are used to sell into new markets, taking advantage of the low cost of advertising internationally without the necessity for a supporting sales infrastructure in the customer's country. Existing products can also be sold to new market segments or different types of customers.
എന്ന് വെച്ചാൽ ഇവിടെ പുതിയ മാർക്കറ്റിലേക്ക് വിൽക്കാൻ ഓൺലൈൻ ചാനലുകൾ ഉപയോഗിക്കുന്നു. ഒരു പിന്തുണയുടെയോ ആവശ്യമില്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ കുറഞ്ഞ ചെലവിലുള്ള പരസ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഓൺലൈൻ ചാനലുകൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ദി വെബ് ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് വാല്യൂ ടു ഓർ എക്സ്റ്റെൻഡ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഫോർ മെനി കമ്പനീസ്. ഫോർ എക്സാമ്പിൾ, a car manufacturer can potentially provide car performance and service information via and website. ഇതിൽ പറയുന്നത് പല കമ്പനികൾക്കും നിലവിലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മൂല്യം വർദ്ധിപ്പിക്കുന്നതിനോ വിപുലീകരിക്കുന്നതിനോ വെബ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു കാർ നിർമ്മാതാവിന് ഒരു വെബ്സൈറ്റ് വഴി കാർ പ്രകടനവും സേവന വിവരങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് diversification. In this sector, new products are developed which are sold into new markets. The internet alone cannot facilitate these high-risk business strategies, but it can facilitate them at lower cost than have previously been possible. എന്ന് വെച്ചാൽ ഈ മേഖലയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു. അവ മുമ്പ് സാധ്യമായതിനേക്കാൾ ഉയർന്ന അപകട സാധ്യതയുള്ള ബിസിനസ് തന്ത്രങ്ങൾ ഇൻ്റർനെറ്റിന് മാത്രം എളുപ്പത്തിൽ കഴിയില്ല. പക്ഷേ കുറഞ്ഞ ചിലവിൽ പുതിയ വിപണിയിലേക്ക് വിൽക്കാൻ diversification സഹായിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്ന ഓപ്ഷൻസാണ് diversification into related business, diversification into unrelated business, upstream integration with suppliers, downstream integration with intermediaries. അടുത്തത് പറയുന്നത് ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലെ സെക്കൻഡ് പോയിൻ്റാണ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. ഇതിൽ കൂടുതലായി 3 ഓൺലൈൻ പ്രൈസിംഗ് സ്ട്രാറ്റജീസാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് പെനട്രേഷൻ പ്രൈസിംഗ്. ദിസ് സ്ട്രാറ്റജി ഈസ് charging low pricing to gain the market share. The strategy opted by Medtra Online in providing internet service has benefited into building a brand and gaining a competitive market share. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഷെയർ നേടുന്നതിന് പെനട്രേഷൻ പ്രൈസിംഗ് സ്ട്രാറ്റജി വഴി കുറഞ്ഞ വില ഈടാക്കുന്നു. പിന്നെ ഇൻ്റർനെറ്റ് സർവീസ് നൽകുന്നതിൽ മാത്രം ഓൺലൈൻ തിരഞ്ഞെടുത്ത സ്ട്രാറ്റജി ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നതിലും മത്സരാധിഷ്ഠിതമായി മാർക്കറ്റ് ഷെയർ നേടുന്നതിനും ഗുണം ചെയ്തു. അടുത്ത പോയിൻ്റാണ് പ്രൈസ് ലീഡർഷിപ്പ്. ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ബിക്കമിങ് എ പ്രൈസ് ലീഡർ ഇൻ എ പർട്ടിക്കുലർ സെഗ്മെൻറ്റ്. ദിസ് ഈസ് പ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഓൺ ദ ഇൻ്റർനെറ്റ് ബട്ട് ഡ്യൂ ടു കോമ്പറ്റീഷൻ ദിസ് സ്ട്രാറ്റജി ഈസ് നോട്ട് വൈഡ്ലി യൂസ്ഡ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സെഗ്മെൻറ്റിലുള്ള ഒരു പ്രൈസ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണിത്. ഇതൊരു ഇൻ്റർനെറ്റിൻ്റെ പ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയാണ്. പക്ഷേ കോമ്പറ്റീഷൻ കാരണം ഈ സ്ട്രാറ്റജി വ്യാപകമായി ഉപയോഗിക്കുന്നില്ല. അടുത്ത പോയിൻ്റാണ് പ്രൊമോഷണൽ പ്രൈസിംഗ്. ദിസ് ഈസ് ടു എൻകറേജ് എ ഫസ്റ്റ് പർച്ചേസ്, ടു എൻകറേജ് ദ റിപ്പീറ്റ് ബിസിനസ് ആൻഡ് ടു ക്ലോസ് എ സെയിൽ. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് പർച്ചേസിനെയും റിപ്പീറ്റ് ബിസിനസ്സിനെയും ക്ലോസ് സെയിലിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തത് പറയുന്നത് ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലെ മൂന്നാമത്തെ പോയിൻ്റാണ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. എ കമ്പനി ഹാസ് ടു ഡിവൈസ് പ്രൊമോഷൻ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്. എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ പ്രൊഡക്ട്സും സർവീസസും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു കമ്പനി പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇതിൽ ഓൺലൈൻ പ്രൊമോഷനോ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ മിക്സിനോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് 3 തീരുമാനങ്ങൾ ആവശ്യമാണ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സൈറ്റ് പ്രൊമോഷൻ കമ്പയർഡ് ടു സൈറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ്. 3 is a fixed budget for site creation, maintenance and promotion. Hence, e-marketing plan should be specify the budget for each to ensure there is a sensible balance and the promotion of the site is not underfunded. എന്ന് വെച്ചാൽ സൈറ്റ് ക്രിയേഷൻ, മെയിൻ്റനൻസ്, പ്രൊമോഷൻ എന്നിവയ്ക്കുള്ള ഒരു ഫിക്സഡ് ബഡ്ജറ്റാണ്. അതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് പ്ലാൻ ഓരോരുത്തർക്കും സെൻസിബിൾ ബാലൻസ് ഉണ്ട് എന്നും
സൈറ്റിൻ്റെ പ്രൊമോഷൻ ഫണ്ട് ഇല്ല എന്നും ഉറപ്പാക്കുന്നതിന് ബജറ്റ് വ്യക്തമാക്കുന്നു. രണ്ടാമതായി പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സ് ഇൻ കമ്പാരിസൺ ടു ഓഫ്ലൈൻ പ്രൊമോഷൻ. There must be a balance between online promotion techniques and offline promotion techniques. For existing companies, traditional media such as print are used to advertise the sites, while print and TV will also be widely used by .com companies to drive traffic to their sites. എന്ന് വെച്ചാൽ ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്കുകളും ഓഫ്ലൈൻ പ്രൊമോഷൻ ടെക്നിക്കുകളും തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. നിലവിലുള്ള കമ്പനികൾക്ക് വേണ്ടി സൈറ്റുകൾ പരസ്യം ചെയ്യുന്നതിന് പ്രിൻ്റ് പോലുള്ള ട്രഡീഷണൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. അതേസമയം തന്നെ .com കമ്പനികൾ അവരുടെ സൈറ്റുകളിലേക്ക് ട്രാഫിക് വർദ്ധിപ്പിക്കുന്നതിനായി പ്രിൻറ്റും TVയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മൂന്നാമതായി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സ്. It is necessary to determine the amount to be invested in each selected online promotion technique. For example, how much should be paid for banner advertising as against online public relation about online presence, and how much for search engine registration. There are various types of internet advertising such as mobile, banners, buttons, pop-ups, sponsorship, email, etc. Company has to select the most appropriate and economical technique from this techniques. എന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത ഓരോ ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയെന്ന് നിർണ്ണയിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓൺലൈൻ പ്രസൻസിനെ കുറിച്ച് ഒരു ഓൺലൈൻ പബ്ലിക് റിലേഷന് എതിരായി ബാനർ അഡ്വർടൈസിങ്ങിന് എത്ര എമൗണ്ട് നൽകണമെന്നും സെർച്ച് എഞ്ചിൻ രജിസ്ട്രേഷനായി എത്ര എമൗണ്ട് നൽകണമെന്നും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മൊബൈൽ, ബാനേഴ്സ്, ബട്ടൺസ്, പോപ്പപ്സ്, സ്പോൺസർഷിപ്പ്, ഇമെയിൽ തുടങ്ങി വിവിധ തരം ഇൻ്റർനെറ്റ് പരസ്യങ്ങളുണ്ട്. ഈ ടെക്നിക്കുകളിൽ നിന്ന് കമ്പനി ഏറ്റവും നല്ല എക്കണോമിക്കൽ ടെക്നിക്കുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. M-commerce or mobile commerce. The popularity of mobile phones has spread through all walks of life. There is a mobile revolution happening all over the world. This has resulted in the growth of M-commerce. M-commerce is a part of e-commerce. It allows people to do the transaction through mobile devices. മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. മൊബൈൽ റിലേഷനാണ് ഇപ്പോൾ നമ്മുടെ ഓൾ ദ വേൾഡിലുള്ളത് തന്നെ. M-commerce ഈസ് എ പാർട്ട് ഓഫ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിൻ്റെ ഒരു പാർട്ടാണ് ഈ M-commerce എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് പീപ്പിൾ ടു ഡു ദ ട്രാൻസാക്ഷൻ ത്രൂ മൊബൈൽ ഡിവൈസസ്. ട്രാൻസാക്ഷൻ മൊബൈൽ ഡിവൈസസ് വഴി നടത്താവുന്നതാണ്. അതിനെയാണ് M-commerce അഥവാ മൊബൈൽ കൊമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയാൻ പോകുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് M-commerce. M-commerce simply refers to buying and selling goods or services through mobile phones. It is the buying or selling goods or services through a mobile phone or any other mobile device to make business practice easier, more efficient, more profitable. അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, ആ ഒരു സംഭവം, ആ ഒരു പ്രക്രിയ മൊബൈൽ ഫോൺ വഴി നടത്തുക, അതാണ് ഇവിടെ M-commerce എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എഫിഷ്യൻ്റായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുമാണ് M-commerce എന്ന പ്രോസസ്സ് ഇവിടെ ഉള്ളത്. അടുത്ത് നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ബെർലാച്ചർ, M-commerce refers to any transaction with monetary value that is conducted through a mobile telecommunication network. ട്രാൻസാക്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്കും വഴി. അടുത്തായി പറയാൻ പോകുന്നത് M-commerceൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വൈഡ് റീച്ച്. നൗ ഇയർ ഡേയ്സ് മോസ്റ്റ് പീപ്പിൾ യൂസ് സെൽ ഫോൺസ്, ദസ് M-commerce പ്രൊവൈഡസ് എ വൈഡ് റീച്ച്. അതായത് ഇപ്പോൾ മിക്ക ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ എന്താണ് M-commerceൻ്റെ വ്യാപ്തി കൂടുതലായിട്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ലോവർ കോസ്റ്റ്സ്. ട്രാൻസാക്ഷൻ ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ്സ് ആർ ലെസ്. അതായത് ഇടപാട്, ഓർഡർ, പ്രോസസ്സിംഗ് ചിലവുകളൊക്കെ കുറവാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവീനിയൻസ്. വിത്ത് ജസ്റ്റ് എ ഫ്യൂ ക്ലിക്സ് ഓൺ മൊബൈൽ ഡിവൈസസ് കസ്റ്റമേഴ്സ് ക്യാൻ ഡു ഷോപ്പിംഗ്, ബാങ്കിങ്, ഡൗൺലോഡ് മീഡിയ ഫയൽസ് ആൻഡ് മോർ ദാൻ ദാറ്റ്. അതായത്
മൊബൈൽ ഉപകരണങ്ങളിലെ ഏതാനും പ്രക്രിയയിലൂടെ ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ്, ബാങ്കിങ്, മീഡിയ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ കൂടാതെ അതിലധികവും. അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ് accessibility. Mobile device enables the user to be contacted at virtually any time and place. The use of wireless device enables the user to receive information and conduct transaction anywhere at any time. അതായത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാനും ബന്ധപ്പെടാനൊക്കെ കഴിയും. അതുപോലെ വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് എപ്പോഴും എവിടെ വേണമെങ്കിലും വിവരങ്ങൾ സ്വീകരിക്കാനും അതുപോലെ ഇടപാടുകൾ നടത്താനും കഴിയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസി കണക്ടിവിറ്റി. ആസ് ലോങ് ആസ് ദ നെറ്റ്വർക്ക് സിഗ്നൽ ഈസ് അവൈലബിൾ, മൊബൈൽ ഡിവൈസസ് ക്യാൻ connect and do commercial transaction not only mobile but also mobile to other devices. അതായത് നെറ്റ്വർക്ക് സിഗ്നൽ ലഭ്യമാകുന്നിടത്തോളം മൊബൈൽ ഉപകരണങ്ങൾക്ക് മൊബൈലിൽ നിന്ന് മൊബൈലിലേക്ക് മാത്രമല്ല മറ്റു ഉപകരണങ്ങളിൽ നിന്നും മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനും വാണിജ്യ ഇടപാട് നടത്താനും കഴിയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പേഴ്സണലൈസേഷൻ. ഇൻ കൊമേഴ്സ് information is customized. It meets users preference. Payment mechanism allow for personal information to be stored. അതായത് കൊമേഴ്സ് വിവരങ്ങൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതിനാൽ ഉപഭോക്താക്കളുടെ മുൻഗണനകൾ പാലിക്കുന്ന പോലെ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ വ്യക്തിഗത വിവരങ്ങളൊക്കെ സൂക്ഷിക്കാൻ അനുവദിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് ടൈം എഫിഷ്യൻറ്റ്. ഡൂയിങ് കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഡു നോട്ട് റിക്വയർ ദ യൂസേഴ്സ് ടു പ്ലഗ് എനിത്തിങ് ലൈക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ വെയിറ്റ് ഫോർ ദ ലാപ്ടോപ്പ് ടു ലോഡ്. അതായത് എന്താണ് നമുക്ക് കൊമേഴ്സിലൂടെ ടൈം സേവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് കൊമേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ലോ അക്സെപ്റ്റൻസ് റേറ്റ് ഓഫ് ന്യൂ ഡിവൈസസ് ആപ്ലിക്കേഷൻ ആൻഡ് ടെക്നോളജി എമോങ് പീപ്പിൾ ഈസ് എ സീരിയസ് ഡ്രോബാക്ക്. അതായത് പുതിയ ഡിവൈസ് അതുപോലെ പുതിയ ടെക്നോളജിക്കാണ്. അതുകൊണ്ട് കടന്നു വരുന്ന സമയത്ത് ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഇവിടെ ലോ അക്സെപ്റ്റൻസ് റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് കാപ്പബിലിറ്റീസ്. മൊബൈൽ ഡിവൈസ് ഓഫർ ലിമിറ്റഡ് കാപ്പബിലിറ്റി ബിറ്റ്വീൻ മൊബൈൽ ഡിവൈസസ്. ദസ് കാപ്പബിലിറ്റീസ് വെരി സോ മച്ച് ദാറ്റ് എൻഡ് യൂസർ സർവീസസ് വിൽ നീഡ് ടു ബി കസ്റ്റമൈസ്ഡ് അക്കോർഡിംഗ്ലി. അതായത് ലാപ്ടോപ്പ് അതുപോലെ വിവിധ തരം ഡിവൈസസിനൊക്കെ സംബന്ധിച്ച് മൊബൈൽ ഫോണുകൾക്ക് സ്പെസിഫിക്കേഷൻസ് കുറവായിരിക്കും. അതാണ് ലിമിറ്റഡ് കാപ്പബിലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് ഹെട്രോജനിറ്റി. ദ ഹെട്രോജനിറ്റി ഓഫ് ഡിവൈസസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്ക് ടെക്നോളജീസ് ഇസ് എ ചലഞ്ച് ഫോർ എ യൂണിഫോം എൻഡ് യൂസർ പ്ലാറ്റ്ഫോം. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരുടെ കയ്യിൽ പലതരത്തിലുള്ള ഫോണുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാതും ഒരേപോലെ സപ്പോർട്ട് ആവണമെന്നില്ല. അതാണ് പറയുന്നത്. അടുത്തായി പറയാൻ പോകുന്ന പോയിന്റ് തെഫ്റ്റ് ഓർ ഡെസ്ട്രക്ഷൻ. മൊബൈൽ ഡിവൈസസ് ആർ മോർ പ്രോൺ ടു തെഫ്റ്റ് ആൻഡ് ഡെസ്ട്രക്ഷൻ. അതായത് മൊബൈൽ ഉപകരണങ്ങൾ മോഷണത്തിനെ പോലെ വ്യതിചലനത്തിനും കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ലോ കസ്റ്റമർ റീറ്റൻഷൻ റൈറ്റ്. ഇൻ കൊമേഴ്സ് കസ്റ്റമർ റീറ്റൻഷൻ റൈറ്റ് ഈസ് വെരി ലോ. അതായത് കൊമേഴ്സിൽ ഉപഭോക്തൃ നിലനിർത്തൽ നിരക്ക് വളരെ കുറവാണെന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് അതർ ഇഷ്യൂസ്. lack of supporting infrastructure, security and privacy issues are other limitations of commerce. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, സുരക്ഷ, സ്വകാര്യത പ്രശ്നങ്ങൾ എന്നിവ കൊമേഴ്സിൻ്റെ മറ്റ് പരിമിതികളാണ്. അടുത്തതായി പറയാൻ പോകുന്നത് കൊമേഴ്സ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ്. മാർക്കറ്റിൽ കൊമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എഫക്റ്റീവ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. കൊമേഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് കമ്പയിൻസും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത പോയിന്റ് ഡാറ്റ മൈനിങ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ഈസ് പോസിബിൾ. കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ്, അവരുടെ ബൈയിങ് പാറ്റേൺ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു ഡാറ്റ മൈനിങ്ങിന് നമുക്ക് കൊമേഴ്സിൽ ഉപയോഗിക്കാവുന്നതാണ്.
അത്തരത്തിലുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടും അതേപോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളും ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ്, കസ്റ്റമർ ആർ ഏബിൾ ടു ഷോപ്പ്, പ്ലേസ് ഓർഡർ ആൻഡ് പേ ത്രൂ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിന് ഷോപ്പ് ചെയ്യാനും ഓർഡർ പ്ലേസ് ചെയ്യാനും അതുപോലെ പേയ്മെൻറ്റ് നടത്താനും ഇന്നു സാധ്യമാണ്. അടുത്ത പോയിന്റ്, ടെക്സ്റ്റ് മെസ്സേജ്. കസ്റ്റമറിലേക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് എത്ര ആളുകളിലേക്കും ഏതു സമയത്തും നമുക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് എം-കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്, ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺസ് ആർ ഏബിൾ ടു ട്രാക്ക് ഇൻഫർമേഷൻ. ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺസ് ഓഫീസിലിരിക്കുന്ന ആളുകളല്ല. ഓരോ സമയത്തും ഓരോ ദിവസവും അവർ ഓരോ സ്ഥലവും വിസിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഏതു സമയത്തും എവിടെ ഇരുന്നു കൊണ്ടും അവരുടെ ഇൻഫർമേഷൻസ് ട്രാക്ക് ചെയ്യാനും അവരുടെ ക്ലയൻറ്റുകളുടെ ഇൻഫർമേഷൻ ട്രാക്ക് ചെയ്യാനും കളക്ട് ചെയ്യാനുമുള്ള ഫെസിലിറ്റീസ് എം-കൊമേഴ്സിലൂടെ സാധ്യമാണ്. അടുത്ത പോയിന്റ്, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻസ് എക്സെട്ര പോസിബിൾ ത്രൂ മൊബൈൽ ഡിവൈസസ്. മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിച്ച് നമുക്ക് അഡ്വർടൈസ്മെൻറ്റുകളും ചെയ്യാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ് ഫെസിലിറ്റീസ് അതിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ കമ്പെയിൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് എം-കൊമേഴ്സ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ആയിട്ട് പറയുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിച്ച് നമുക്ക് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. ബൈയിങ്, സെല്ലിങ്, ഓർഡറിങ് തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് മീൻസ് മേക്കിംഗ് പേയ്മെൻറ്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ബൈ യൂസിങ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഫോർ ദ products bought electronically. E-payment system are alternative cash or credit payment methods using various electronic technologies to pay for goods and services in e-marketing. In e-marketing system, there is no physical delivery of cash or check. ഇലക്ട്രോണിക്കലി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നു. ഈ ബിസിനസ്സിൽ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുഡ്സും സർവീസുകളും ഈ ഗുഡ്സിനും സർവീസിനും ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് മാർക്കറ്റിൽ നമ്മൾ ഇലക്ട്രോണിക്കലി പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഫിസിക്കലായിട്ട് ക്യാഷിൻ്റെയോ ചെക്കിൻ്റെയോ ഡെലിവറി ഇവിടെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതിന് അതുപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് നടത്തുന്നു. ഈ സിസ്റ്റത്തെയാണ് പേയ്മെൻറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.